വാട്ട് ഈസ് ജനറേറ്റീവ് എ ഐ? എന്താണ് ജനറേറ്റീവ് എ ഐ? ചിന്തിച്ച് ചുമ്മാ അങ്ങേ അറ്റത്ത് കയറി ഇരുന്നങ്ങ് ചിന്തിക്കുക. അതായത് അതിശയങ്ങളെ നോക്കി മറ്റൊരു അതിശയം പറയുകയാണ്, അയ്യോ ഇത് ഭയങ്കര ഒരു അതിശയമായി പോയല്ലോ നമ്മൾ. അതായത് നമ്മൾ ചുമ്മാ ചിന്തിച്ച് ചുമ്മാ ചിന്തകൾക്ക് അതീതമായിട്ട് അങ്ങ് ചിന്തിച്ച് കളയുക. അതായത് സെറ്റ് ഓഫ് ഡേറ്റാസ്, ഒരുപാട് ഡേറ്റാസ് ഉണ്ട്, അതിനെ അനലൈസ് ചെയ്തിട്ട് ആ സെറ്റ് ഓഫ് ഡേറ്റാസിനെ അനലൈസ് ചെയ്ത് പുതിയൊരു ഡേറ്റ ഉണ്ടാക്കുന്നു. അത് ഇൻ കേസ് അതൊരു കഥയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കവിതയാകാം. ഡേറ്റാസ് വെച്ചിട്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മനുഷ്യന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇട്ടേക്കുന്ന ഡ്രസ്സുണ്ട്, സ്ട്രക്ചർ, കയ്യിൽ നെയിൽ പോളിഷ്, ഉച്ചയെ കൂട്ടി നെറ്റി വെച്ചേക്കുന്ന നെറ്റിപ്പട്ട, ഇതെല്ലാം പല കാര്യങ്ങൾ, പല ഘടനകൾ നടക്കുന്ന രീതിയോട് സംസാരിക്കുന്നത്, കളർ, എല്ലാം ഒരു സെറ്റ് ഓഫ് ഡേറ്റാസ്. ആ ഡേറ്റാസിനെ അനലൈസ് ചെയ്താണ് മുൻപോട്ട് പോകും. ഇത് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇലയൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ കറക്റ്റ് പ്രോപ്പർ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 3 പേര് സിഗരറ്റ് വലിക്കാൻ വേണ്ടി ഒരു മാടക്കടയിലേക്ക് ആദ്യമായിട്ട് പോകുന്നു. ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അവിടെ കടയിൽ നിൽക്കുന്ന ആളുണ്ട്, സിഗരറ്റൊക്കെ എടുത്തു കൊടുക്കുന്ന ആൾ. ആ ആളാണ് ഇവരെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? ഫസ്റ്റ് ആൾ ഒരു കിങ്സ് മേടിച്ചു, രണ്ടാമത്തെ ആള് ഒരു ഗോൾഡ് മേടിച്ചു, മൂന്നാമത്തെ ആള് ഒരു സിസർ മേടിച്ചു. അപ്പൊ ഇതിന് പല വിലയാണ്. ആ പല വില വെച്ചിട്ട് ഇവരെ അനലൈസ് ചെയ്യാണ്. ഫസ്റ്റ് ഡേ ആണ് നമ്മൾ വെബ്സൈറ്റ് രീതിയിലൊക്കെ പറയുന്ന പോലെ, കമ്പ്യൂട്ടർ രീതിയിലൊക്കെ പറയുന്ന പോലെ ഫസ്റ്റ് എൻറ്റർ സൈൻ അപ്പ് എന്നൊക്കെ പറയാം. ഫസ്റ്റ് ഡേ ജസ്റ്റ് ഇവരുടെ ഡേറ്റ കളക്ട് ചെയ്യുകയാണ്. കളക്ട് ചെയ്തിട്ട് ഇവർ നാളെ എന്തായിരിക്കും, നാളെ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന് ഇത് അനലൈസ് ചെയ്ത്, അതായത് ഡേറ്റ അനലൈസ് ചെയ്യുന്ന ആളങ്ങ് ചിന്തിക്കുകയാണ്. അതായത് ഡേറ്റ എഞ്ചിനീയർ എന്നൊക്കെ പറയാം. ഇതിനെ നമ്മൾ AI ആയിട്ട് കാൽക്കുലേറ്റ് കണക്ക് കൂട്ടുകയും ചെയ്യാം. അപ്പം ഇവർ പിറ്റേ ദിവസം വരുന്നു. പിറ്റേ ദിവസം യെസ്റ്റർഡേ, അതായത് ഇന്നലത്തെ ഡേറ്റ ഓൾറെഡി ഫീഡാണോ, ഒരാളേതായിരുന്നു കിങ്സ്, രണ്ടാമത്തെ ആള് ഗോൾഡ്, മൂന്നാമത്തെ ആള് സിസർ. അപ്പൊ ഇത് തന്നെയാണോ ഇന്ന് അവർ മേടിക്കുന്നത്? അതായത് ആ ഡേറ്റനെ അനലൈസ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഒരു ഹാബിറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുകയാണ്. ഓട്ടോമാറ്റിക്കലി ഇവരെ പഠിച്ചു കഴിഞ്ഞു, ഇവർ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന്. പിറ്റേ ദിവസം ഓട്ടോമാറ്റിക്കലി ഇവർക്ക് അത് ഇട്ട് കൊടുക്കുകയാണ്. ഒരിക്കലും ഇവർ വന്ന് ചോദിക്കുന്നില്ല എനിക്ക് ഇന്ന് സിഗരറ്റ് വേണം. അതായത് അവരെ പഠിച്ചു കളഞ്ഞു. അതായത് അവിടെ നിൽക്കുന്ന ആ മനുഷ്യൻ അവരെ പഠിച്ചു കളഞ്ഞു. കാരണം ഇന്നുമല്ല അവർ ചെയ്തത് എങ്ങനെയാണ്, അവരെന്തൊക്കെയാണ് ചൂസ് ചെയ്ത്, അവരുടെ ഡ്രസ്സ് എന്താണ്, അവരുടെ സ്റ്റാൻഡേർഡ് എന്താണ്, പലതിനും പല വിലയാണ്, പല ആൾക്കാർ പലതാണ് ഇഷ്ടപ്പെടുന്നത്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നതാണ് AI. നമ്മുടെ A to Z കാര്യങ്ങൾ അത് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പൊ നമുക്ക് നാളെ ഒരു ട്രിപ്പ് പോകണം, നമ്മുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു, നമ്മുടെ സാമ്പത്തിക സെറ്റപ്പ് പഠിച്ചു, നമ്മുടെ ഇഷ്ടങ്ങൾ പഠിച്ചു. അപ്പൊ നമ്മൾ എങ്ങനെ മുൻപോട്ട് പോകും എന്നുള്ളൊരു കാര്യം AI പഠിച്ചതിന് ശേഷം അത് കറക്റ്റായിട്ട്, എനിക്ക് ഡൽഹിക്ക് പോകേണ്ട ഒരാളാണ് എങ്കിൽ ഞാൻ ഏത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യും, എനിക്ക് ഏത് തരം ഹോട്ടലാണ് വേണ്ടത്, ഞാൻ ഏത് തരം കടകളിലാണ് ഭക്ഷണം കഴിക്കുന്നത്, ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞ് നമുക്ക് വേണ്ടി ചെയ്തു തരുവാണ്, നമുക്ക് വേണ്ടി ജനറേറ്റ് ചെയ്യുവാണ്. നമ്മളൊന്നും അറിയണം, നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു കാലം വരും. താങ്ക് യു.